ഹായ് മക്കളെ, നമ്മളുടെ സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് നന്നായിട്ട് കേൾക്കുക, എല്ലാവരും ക്ലാസ്സിലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പരീക്ഷ നന്നായിട്ട് പഠിക്കാം. ഈ 6ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സും കൂടെ നമുക്കൊന്ന് നടത്താം. അപ്പോൾ 6 ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ മോഡൽ എക്സാമിന് പോകാൻ. അത് ഒരു ശരാശരി സ്റ്റുഡൻസിന് ജയിക്കാനുള്ള മാർക്ക് ഈ ഭാഗത്തുനിന്ന് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 6 ചാപ്റ്റർ നന്നായി പഠിക്കുക. അപ്പോൾ ഞാനൊന്ന് വേഗം പരീക്ഷയ്ക്ക് വരുന്ന അത്യാവശ്യ ക്വസ്റ്റ്യൻസ് മാത്രം പറയാം. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ എമർജൻസിയുടെ കാരണങ്ങളാണ്. അതായത് എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻസ് ഓഫ് ദാറ്റ് ലെഡ് ടു ദി നാഷണൽ എമർജൻസി ഇൻ ഇന്ത്യ. അതായത് രാജ്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് കാരണമായത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് വാട്ട് ആർ ദി റീസൺസ് ദാറ്റ് ലെഡ് ടു ദി ഡിക്ലറേഷൻ ഓഫ് എമർജൻസി, അല്ലെങ്കിൽ കോസസ് ഓഫ് ദി എമർജൻസി ആൻഡ് കോൺസിക്വൻസ് ഓഫ് എമർജൻസി. അതായത് 2 ചോദ്യങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ഒരു ചോദ്യം മാത്രം. കാരണങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് ചോദിക്കും, ചിലപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്, കോൺസിക്വൻസ് എന്താണെന്ന് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 2 or 3 ഹെഡിങ്ങുകൾ തരും, എന്നിട്ട് ആ ഹെഡിങ്ങുകൾ മാത്രം എന്ത് ചെയ്യാൻ പറയും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതായത് ഒന്നുകിൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, പ്രൈസ് റൈസ്, ഇൻഫ്ലേഷൻ, ഫുഡ് ഷോർട്ടേജ് ഇൻ ദി പീരീഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് എന്താ പറയുക, ഗുജറാത്ത് ഇലക്ഷൻ റിസൾട്ട്, അലഹബാദ് ഹോട്ട് വെർഡിക്റ്റ്, മൂവ്മെൻറ്റ്സ് ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ. അങ്ങനെ സെലക്റ്റീവായിട്ട് അവർ തന്നെ ചോദിക്കും, അല്ലെങ്കിൽ മുഴുവൻ ആൻസർ നമുക്ക് വരുന്ന പോലെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടായത് എപ്പോൾ മുതലാണ് ചോദിക്കും, ആരുടെ കാലത്താണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1975 മുതൽ 77 വരെയുള്ള കാലയളവിലാണ്, 21 മാസ കാലയളവിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് അതിൻ്റെ എപ്പോഴാണ് 1975 ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അന്ന് ആരാണ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ, പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അന്നത്തെ നമ്മളുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി. അപ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കാലത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. ഇനി ഗരീബി ഹഴാവോ എന്ന് പറയുന്നൊരു സ്ലോഗനുണ്ട്, ഒരു മുദ്രാവാക്യമുണ്ട്. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്, ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനത്തെ 2 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും. 1975 ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥ. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1971 തെരഞ്ഞെടുപ്പിലാണ് അവരത് ഉപയോഗിച്ചത്. അപ്പോൾ അത് ആ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ചാപ്റ്ററിന് തരിക. പിന്നെ അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഒന്ന് സാമ്പത്തികമായ പശ്ചാത്തലമാണ്. നമ്മുടെ രാജ്യം 71 തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റാതെ വന്നത്, കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും പരാജയത്തിലേക്ക് നീങ്ങി തുടങ്ങിയത് തൊഴിലില്ലായ്മയ്ക്കും വരുമാനം കുറയുന്നതിനും കാരണമായി. കാലവർഷം കുറവായതുകൊണ്ട് തന്നെ, ചതിച്ചതുകൊണ്ട് തന്നെ നമ്മളുടെ നിത്യജീവിതത്തിന് ആവശ്യമായ പല ഭക്ഷണ സാധനങ്ങളും കിട്ടാതെ വരികയും വില കൂടുതലാവുകയും ദാരിദ്ര്യം കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. നെക്സ്റ്റ് 1 പോർഷൻ ആൻസർ എന്താ വെച്ചാൽ അതിൽ അഴിമതി ഉണ്ടായി എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും എടുത്തു നോക്കിയാലും അഴിമതികളുണ്ടായി. അത് തടയാൻ ഇന്ദിരാ ഗവൺമെൻറ്റിന് കഴിയാതെ വന്നു എന്നതും ഒരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടിയതും കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു വന്നതും, അതുപോലെ തന്നെ വ്യാവസായിക മേഖലയും കാർഷികോൽപ്പന്നങ്ങളുടെ അളവുകൾ കുറഞ്ഞതും എല്ലാം രാജ്യത്തിലെ എല്ലായിടത്തും പ്രക്ഷോഭങ്ങൾക്ക് കാരണമായിട്ട് മാറി. നക്സലൈറ്റുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആൾക്കാരുടെ കലാപങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാലയളവിൽ കാണാൻ സാധിച്ചു. അതുപോലെ ഗുജറാത്തിലും ബീഹാറിലും വിദ്യാർത്ഥികൾ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ, സർക്കാർ ഭരണകൂടത്തിനെതിരെ നിരന്തരമായ സമരങ്ങൾ ചെയ്തു. അതിനവർക്ക് പറയാൻ സാധനങ്ങളുടെ വില വർധനവ്, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ, രാജ്യത്തിലെ എല്ലായിടത്തും അഴിമതികളുണ്ടായി. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമര പരിപാടികൾ ഉണ്ടായത്. ഇവരുടെ എല്ലാം, വിദ്യാർത്ഥികളുടെ ആയാലും ജനങ്ങളുടെ ആയാലും തൊഴിലാളികളുടെ ആയാലും ആവശ്യങ്ങൾ ന്യായമാണെന്ന് അതായത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന മൊറാർജി ദേശായി അഭിപ്രായപ്പെടുകയുണ്ടായി. ജയപ്രകാശ് നാരായണൻ, അതുപോലെ തന്നെ മൊറാർജി ദേശായി തുടങ്ങിയ ആൾക്കാർ സമര പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകുകയും സമരക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു.
റെയിൽവേ ജീവനക്കാരോട് ശമ്പള വർധനവില്ലാത്തതിൻ്റെ പേരിൽ സമരം ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്തു. ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമര പരിപാടികൾ. അപ്പോൾ ഗുജറാത്തിൽ ഗവൺമെൻറ് രാജിവെച്ചുകൊണ്ട് ഇലക്ഷൻ നേരിടാൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ആ ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. ബീഹാറിലും അതേ സമരം നീണ്ടു നിന്നെങ്കിലും അവിടെ ഗവൺമെൻറ് രാജിവെച്ചൊന്നുമില്ല. പക്ഷെ അവിടെയും പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി മാറി. അതുപോലെ തന്നെ നീതിന്യായ വകുപ്പുമായുള്ള സംഘർഷം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ക്വസ്റ്റനായി ചിലപ്പോൾ ചോദിക്കാം. കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി എന്നത്, അതായത് നമ്മുടെ മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വെട്ടിക്കുറയ്ക്കാൻ സർക്കാരിന് അവകാശമുണ്ടോ? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്, ഭരണഘടന ഭേദഗതി ചെയ്ത് സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടി, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എന്തിനാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, മൗലിക അവകാശങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നതൊക്കെ ചോദ്യങ്ങളുണ്ടായി. പിന്നെ അതേപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് ജസ്റ്റിസാണ്, അതായത് പുതിയ ജഡ്ജിയെ നിയമിക്കുന്ന കാര്യത്തിലും ഇന്ദിരാഗാന്ധി അതുവരെയുള്ള കീഴ്വഴക്കങ്ങൾ മറികടന്നു എന്നും തനിക്കെതിരായി വിധി കൊണ്ടുവന്ന ജഡ്ജിമാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചതും പ്രതിഷേധങ്ങൾക്ക് കാരണമായി. അലഹബാദ് കോടതി വിധിയും ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും പ്രതിപക്ഷ അംഗങ്ങൾ നാല് പാർട്ടിക്കാർ ചേർന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയതുമെല്ലാം, അവരൊക്കെ ഒന്നിക്കാൻ തീരുമാനിച്ചതും, ഓപ്പോസിഷൻ ഒന്നിക്കാൻ തീരുമാനിച്ചതുമെല്ലാം അടിയന്തരാവസ്ഥയിലേക്ക് കൊണ്ടുവച്ചു. അതായത് 1975 ജഗ്മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയുടെ 1971 തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിച്ചത്. അതായത് ഇലക്ഷൻ സമയത്ത് സർക്കാർ വാഹനങ്ങളെയും സർക്കാർ ജീവനക്കാരെയും പ്രചരണ പരിപാടികൾക്ക് ഉപയോഗിച്ചു എന്ന രാജ്നാരായണൻ്റെ പരാതിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നതോടുകൂടി ഇന്ദിരാഗാന്ധിയുടെ അധികാരം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വന്നു. സുപ്രീം കോടതിയെ സമീപിച്ച് ഇന്ദിരാഗാന്ധി വിധിക്കെതിരെ സ്റ്റേ വാങ്ങിയെങ്കിലും തുടർന്ന് അവരുടെ അധികാരം ഒരു ചോദ്യചിഹ്നമായി മാറി. അപ്പോൾ ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതുമെല്ലാം രാജ്യത്തെ അടിയന്തരാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇന്ദിരാഗാന്ധിയെ പ്രചോദനമാക്കി. അതുപോലെ തന്നെ 1975 ജൂൺ 25 ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഒരു വലിയ പ്രകടനത്തിന് പ്രതിപക്ഷം ആഹ്വാനം ചെയ്തതോടുകൂടി നിയമവിരുദ്ധവും അധാർമികമായ കൽപ്പനകൾ അനുസരിക്കുന്നതെന്ന് ജയപ്രകാശ് നാരായണൻ്റെ ആഹ്വാനം കൂടി ആയതോടുകൂടി സമര പരിപാടികൾ സ്ട്രോങ് ആകുന്നത് തടയാൻ ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ കണ്ട ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ 1975 ജൂൺ 25 രാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി രാഷ്ട്രപതിയായ ഫക്രുദ്ദീൻ അഹമ്മദിനോട് ആവശ്യപ്പെടുകയും നേരം വെളുക്കുമ്പോഴേക്കും പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവനും കഴിയുന്നത്ര പേരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ഇലക്ട്രിസിറ്റി നിഷേധിക്കുകയും ചെയ്തു. രാജ്യത്തിൽ RSSകാരും ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പാർട്ടിക്കാരെയൊക്കെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നിരോധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു. സ്വാഭാവികമായും മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുവാനുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ അവിടെ നിഷേധിക്കപ്പെട്ടു. കരുതൽ തടങ്കൽ ഒരു നിത്യസംഭവമായി മാറി. ലക്ഷക്കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദേശീയ നേതാക്കൾ, നൂറുകണക്കിന് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട പലരും സമരപരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകാൻ ശ്രമിച്ചു. എങ്കിലും അതൊക്കെ ഒരു ഫലമില്ലാത്ത ഒരവസ്ഥയായിട്ട് മാറി. പല ആളുകളും തങ്ങൾക്ക് നൽകിയ അംഗീകാരങ്ങളൊക്കെ വേണ്ട, പത്മഭൂഷൺ നിഷേധിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഹിന്ദി സാഹിത്യകാരന്മാരും മറ്റുമൊക്കെ അവർക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരതൊക്കെ നിഷേധിക്കുകയും ചെയ്തു. തങ്ങൾക്ക് അങ്ങനത്തെ ആനുകൂല്യങ്ങളൊന്നും വേണ്ട, തൻ്റെ രാജ്യത്തിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് അവർ നിഷേധിച്ചു. അതുപോലെ ഇലക്ഷൻ അതായത് ശരിക്കും 76 വരെ നിൽക്കേണ്ടതാണ് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്. ഇപ്പോൾ 75 ഇലക്ഷൻ നടത്താൻ നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ കാലാവധി ദീർഘിപ്പിക്കുന്ന ഒരു നടപടിക്രമങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. അതായത് ഒരുപാട് ഭേദഗതികൾ, 42ാം ഭരണഘടനാ ഭേദഗതി ഈ ഒരു കാലയളവിലാണ് പാസ്സാക്കിയത്. ഒരുപാട് നടപടിക്രമങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായി. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി, അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം കഴിയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ
പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലയളവ് കഴിയേണ്ടതാണ്. പക്ഷെ അന്ന് ഇലക്ഷൻ നടത്താനുള്ള നിർവാഹമില്ലാത്തത് കൊണ്ട് തുടർന്ന് 6 മാസം അങ്ങനെ 4ാമത്തെ തവണയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പക്ഷെ അത് 21 മാസത്തിനപ്പുറം ഇന്ത്യയിൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ അടിയന്തരാവസ്ഥ എമർജൻസി പീരീഡ് അവിടെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇലക്ഷൻ നടത്തുകയും ആ ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും പ്രതിപക്ഷ പാർട്ടിക്കാരെല്ലാം ചേർന്നുകൊണ്ടുണ്ടാക്കിയ ജനതാ പാർട്ടി അധികാരത്തിൽ 295 സീറ്റ് നേടി അധികാരത്തിൽ വരുന്നൊരവസ്ഥയുണ്ടായി. പക്ഷെ ആ ഗവൺമെൻറ്റിനുണ്ടായിരുന്ന ഒരു ചെറിയ പോരായ്മ എന്ന് പറയുന്നത്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു 4 പാർട്ടിയുടെ നേതാക്കൾ ചേർന്നാണ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 പാർട്ടിയുടെ ആശയങ്ങളും വ്യത്യസ്തമാണ്. 4 പാർട്ടിക്കാർക്കും അധികാരമോഹങ്ങൾ ഉണ്ടായിരുന്നത് തന്നെ ഒരു 1.5 വർഷക്കാലത്തിന് കൂടുതൽ അപ്പുറം അവർക്ക് അധികാരത്തിൽ തുടരാൻ കഴിയാതെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇനി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അടിയന്തരാവസ്ഥ കാലയളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അടിയന്തരാവസ്ഥ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, 1 അടിയന്തരാവസ്ഥ സാമ്പത്തികമായ കാര്യങ്ങൾ, 2 അഴിമതി ഉണ്ടായത്, 3 രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങൾ, അതായത് ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രക്ഷോഭങ്ങൾ, നീതിന്യായ വകുപ്പുമായുള്ള സംഘർഷം, ഇതൊക്കെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് കൊണ്ട് എത്തിച്ചത്. ഇനി നമുക്ക് അതുപോലെ നീതിന്യായ വകുപ്പുമായുള്ള സംഘർഷം പറയുമ്പോൾ അലഹബാദ് കോടതി വിധിയും ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലവുമൊക്കെ അതിൽ ഭാഗമായി വരും. ഇനി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതും അതിൻ്റെ പ്രത്യാഘാതമാണ്. സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത്, മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത്, പ്രിവൻറ്റീവ് ഡിറ്റൻഷനൊക്കെ നമുക്ക് പ്രത്യാഘാതങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ്റെ പേരെന്ത് എന്ന് ചോദിക്കും. അന്വേഷിച്ച കമ്മീഷൻ്റെ പേരാണ് ഷാ കമ്മീഷൻ. അതായത് ജസ്റ്റിസ് JC ഷാ എന്ന് പറയുന്ന ആളാണ് ആ കമ്മീഷൻ നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ അതിൽ ഇനി നമുക്കറിയേണ്ടത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വിവാദങ്ങൾ. അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ അന്വേഷിച്ച അതിനുശേഷം അന്വേഷണം നടത്തിയ ഷാ കമ്മീഷൻ പറയുന്നത് ഒരുപാട് അക്രമങ്ങൾ ഈ ഒരു കാലയളവിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ജനാധിപത്യത്തിന് അടിയന്തരാവസ്ഥ ഉൾക്കൊണ്ട പാഠങ്ങൾ വളരെ വലുതായിരുന്നു എന്നും അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയത് കൊണ്ട് നമുക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു അല്ലെങ്കിൽ നിഷേധിക്കപ്പെടും എന്നുള്ളത് നമുക്കിതോടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അടിയന്തരാവസ്ഥ വേണം എന്ന് പറഞ്ഞവരും അതുപോലെ തന്നെ പ്രതികരിച്ചവരും ഉണ്ടായിരുന്നു. അതിൽ ഒരു കൂട്ടരുടെ അഭിപ്രായം ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിന് ഭരിക്കാനുള്ള സാഹചര്യങ്ങൾ നേരെ ഉണ്ടാകാതെ എന്നും കലാപങ്ങളും അക്രമങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ടാണ് രാജ്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നും നിരന്തരമായി പുരോഗമന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്തുന്ന വിധത്തിൽ പ്രതിപക്ഷം പെരുമാറിയതാണ് അടിയന്തരാവസ്ഥയുടെ കാരണമെന്നും വിമർശകർ അടിയന്തരാവസ്ഥയെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് മറുപടിയായി അനുകൂലവാദികൾ പറയുന്നുണ്ട്. അതേസമയം വിമർശകർക്ക് പറയാനും ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമര കാലത്ത് നിറയെ പോരാട്ടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ജനാധിപത്യ രാജ്യത്തിൽ തീർച്ചയായും ഭരണകൂടത്തിൻ്റെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായാൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവും, പ്രതികരിക്കും. അതിനെ അറസ്റ്റ് ചെയ്യുകയോ ചെറിയ വിചാരണ നടത്തുകയോ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് പകരം രാജ്യത്തെ അടിയന്തരാവസ്ഥയിലേക്ക് കൊണ്ടുപോയത് ശരിയായില്ല എന്ന് വിമർശകർ പറയുന്നുണ്ട്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളുടെ 2 സംഭവങ്ങൾ അടിയന്തരാവസ്ഥ കാലയളവിൽ നടന്ന 2 സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഒന്ന് തുർക്കുമാൻ ഗേറ്റ് സംഭവം എന്ന് പറയുന്നത്, അധികാരത്തിൽ ഇരിക്കാത്ത ആളുകൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മനഃപൂർവ്വം കുടിലുകൾ കെട്ടി താമസിച്ചിരുന്ന ഡൽഹിയിലെ പട്ടിണിപ്പാവങ്ങൾ താമസിച്ചിരുന്ന ഏരിയകളിൽ നിന്നും തുർക്കുമാൻ ഗേറ്റിനടുത്ത് കുടിൽ താമസിച്ചവരെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കുകയും വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ആർക്കെങ്കിലും ആ ശസ്ത്രക്രിയയിൽ നിന്നും ഒഴിവാകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പകരം ആൾക്കാരെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഓപ്പറേഷനിൽ നിന്നും അവരെ ഒഴിവാക്കുകയും പകരം താമസിക്കുന്നതിന് ഒരു തുണ്ട് ഭൂമി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ അവർ വാഗ്ദാനം നൽകി. അപ്പോൾ ഇതൊക്കെ ഒരു മോശമായ ഏർപ്പാടായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ 1975 മാർച്ചിൽ രാജൻ കൊലക്കേസ് എന്ന് പറയുന്ന 1976 മാർച്ച് മാസത്തിൽ രാജൻ എന്ന് പറയുന്ന ആളെ, അതായത് കോഴിക്കോട് റീജിയണൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയിട്ട് പോലീസുകാർ കസ്റ്റഡിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു അദ്ദേഹം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ അച്ഛന് ഹേബിയസ് കോർപ്പസ് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ വന്നതൊക്കെ ഈ അടിയന്തരാവസ്ഥ കാലയളവിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ച കാര്യങ്ങളാണ്.
അപ്പോൾ അടിയന്തരാവസ്ഥ കൊണ്ട് നമ്മൾ എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചെടുത്തു എന്ന് ചോദിച്ചാൽ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു, ജനാധിപത്യത്തിൻ്റെ ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. ഒരു രാജ്യത്തിലെ ജനതയ്ക്ക് ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ നമുക്ക് അറിയാതിരുന്ന പല കാര്യങ്ങളും, ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ സായുധ കലാപങ്ങൾ ഉണ്ടാവണം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അതുപോലെ മുൻകൂട്ടി കലാപങ്ങൾക്ക് സ്ട്രോങ് ആയാൽ രാഷ്ട്രപതിക്ക് മുൻകൂട്ടി അനുവാദം രേഖാമൂലം നേടിയെടുക്കാൻ വഴിയൊരുക്കണം എന്നൊക്കെ മനസ്സിലാക്കി രേഖപ്പെടുത്തി വെച്ചു. അതുപോലെ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഗവൺമെൻറ്റിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളും പാർട്ടി ഗ്രൂപ്പുകളും നിരന്തരം പ്രശ്നങ്ങളും ഒക്കെ ചേരുമ്പോഴാണ് അടിയന്തരാവസ്ഥ ഉണ്ടാവുന്നത് എന്നുള്ളത് ഈ ഒരു കാലയളവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ സർക്കാരാണോ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ നടപടികളാണോ എന്നുള്ളതൊക്കെ അവിടെ ഒരു ചോദ്യമായിട്ട്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ടുണ്ട് നമുക്ക്. സംഘടനാ കോൺഗ്രസ്, ജനസംഘം, ഭാരതീയ ലോക്ദൾ, സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിവ ചേർന്ന് രൂപം നൽകിയ ജനതാ പാർട്ടി 1977 ജനുവരി 20 രൂപം കൊള്ളുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇത്രയും മതി മക്കളെ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആര് എന്നതൊരു ചോദ്യം വരും. മൊറാർജി ദേശായി ആണ് വരുന്നത്. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മൊറാർജി ദേശായി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ കൂടി നമുക്കത് ചോദിക്കും. അതായത് ഇവരൊക്കെ ആകെ ഭരിക്കുന്നത് വെറും 18 മാസം മാത്രമായിരുന്നു ഇവർ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു തമാശ. ഇന്നിപ്പോൾ കോൺഗ്രസിനെ പുറത്താക്കി അധികാരത്തിൽ വന്ന കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് 5 വർഷം ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു പോരായ്മ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചെടുക്കണ്ട. ആ 4 ഫ്ലോ ചാർട്ടിൽ 4 പാർട്ടികളുടെ പേര് പഠിച്ചെടുക്കുക. മൊറാർജി ദേശായി, ചൗധരി ചരൺ സിംഗ്, ജഗജീവൻ റാം, അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ ഇവരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ഏത് പാർട്ടിയുടെ? ജനതാ ഗവൺമെൻറ്റിൻ്റെ. മൊറാർജി ദേശായിയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതോടെ നമ്മൾ 6 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി 7ാമത്തെ ചാപ്റ്റർ. അത് നല്ല രസകരമായിട്ടുള്ള ചാപ്റ്ററാണ്. നന്നായിട്ട് പഠിച്ചെടുക്കുക. 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിറയെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് ആനുവൽ എക്സാമിന് പഠിക്കാം. അപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകുക, നിറയെ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.